സ്ത്രീകളുടെ വികസനം എന്ന കാഴ്ചപ്പാടിൽ നിന്ന് സ്ത്രീകൾ നയിക്കുന്ന വികസിത ഭാരതം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി രാജ്യം ശ്രമിക്കുന്നത് ഇതിനാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത നയവും ഇത് തന്നെ. സ്ത്രീ സുരക്ഷയിൽ ജാഗ്രത പുലർത്താൻ സംസ്ഥാനങ്ങൾക്ക് ഇന്ന് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക നിർദ്ദേശം നൽകുകയുണ്ടായി. പരിശോധിക്കാം നമുക്ക് അതിവേഗം വളരുന്ന ഭാരതത്തിലെ വനിതകളെക്കുറിച്ച്. നമ്മളോടൊപ്പം അതിഥികളായി ചേരുന്നത് BJP നേതാവ് അഡ്വക്കേറ്റ് സിന്ധുമോൾ, കോൺഗ്രസ് നേതാവ് ഡോക്ടർ സോയ ജോസഫ്, ആക്ടിവിസ്റ്റ് ശ്രീമതി ധന്യ രാമൻ, ഒപ്പം റിപ്പബ്ലിക് പാർട്ടിയുടെ നുസ്ര ജഹാൻ എന്നിവരാണ്. രണ്ടുപേർ നമുക്കൊപ്പം ആദ്യം മുതൽ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിൽ അഡ്വക്കേറ്റ് സിന്ധുമോൾ, ഒപ്പം ശ്രീ ധന്യരാമൻ. ആദ്യം അഡ്വക്കേറ്റിലേക്ക്. അഡ്വക്കേറ്റ് സിന്ധുമോൾ, ഇന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നമുക്കറിയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റ അന്ന് മുതൽ നമ്മൾ കേൾക്കുന്നതാണ് നാരി ശക്തി, സ്ത്രീ ശാക്തീകരണമാണ് പ്രഖ്യാപിത നയവും പ്രത്യക്ഷ നയവും. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഒരു പുത്തൻ ഉണർവ് കൂടി നൽകുന്നതല്ലേ? കാരണം പ്രധാനമായും സംസ്ഥാനങ്ങൾക്കാണ് പ്രധാനമന്ത്രി ഒരു പ്രത്യേക നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സന്ദേശം സ്ത്രീകൾക്ക് വലിയ ആവേശവും അതോടൊപ്പം തന്നെ ഒരു ഉത്സാഹവും നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ മാത്രമല്ല, അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി തുടങ്ങിയ കാലഘട്ടം തൊട്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ, അതുപോലെ തന്നെയുള്ള സ്ത്രീകളെ മുൻനിര രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുക, സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതൽ ഉറപ്പാക്കുക തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും ശ്രദ്ധിച്ചൊരു മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം തൊട്ട് അദ്ദേഹം അത് ആരംഭിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ പ്രവൃത്തി പരിചയമുണ്ട്. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോഴും ആദ്യം തൊട്ട് തന്നെ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന, സ്ത്രീ സമൂഹത്തെ ഈ രാജ്യത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്, ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നും മനസ്സിൽ ഇങ്ങനെ ഒരു അലയൊലി പോലെ വരുന്ന ഒരു വാക്കാണ് നാരി തു നാരായണി. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൽ ഒരു സ്ത്രീയെ ഒരു സമൂഹത്തിൽ എങ്ങനെ ആ സ്ത്രീ പ്രതിഷ്ഠിക്കപ്പെടണം, അല്ലെങ്കിൽ ആ സ്ത്രീ എങ്ങനെയായിരിക്കണം, ആ സ്ത്രീ എത്രത്തോളം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം, പുരുഷനെ കടന്ന് ഒരു പടി കൂടി മുന്നിൽ വന്ന് ഈ സാമൂഹ്യ സാമ്പത്തിക എല്ലാ മേഖലകളിലും, സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുമുള്ള എല്ലാ മേഖലകളിലും ഒരു പടി കൂടി കടന്നു വന്നുകൊണ്ട് സ്ത്രീകൾ അവരുടെ സ്വതസിദ്ധമായ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ വാക്കിൽ തന്നെ, നാരി തു നാരായണി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് നാം കാണേണ്ടത്. അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന പദ്ധതികൾ നമുക്കറിയാം. മൂന്നാമത്തെ മോദി സർക്കാർ, അദ്ദേഹം മൂന്നാമത് ഭരണത്തിലെത്തിയപ്പോൾ ആദ്യത്തെ ടേമിൽ തൊട്ട് സ്ത്രീകളെ ഈ ഉൾപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട്, ഈ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി, കാരണം ഈ പ്രധാനമന്ത്രിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഒന്ന് കൈപിടിച്ചാൽ മാത്രമേ സമൂഹത്തിൽ ഒരു പരിധിവരെ കുറച്ച് സ്ത്രീകൾ, ഒരു ചെറിയ ശതമാനം ആരുടെയും സഹായം കൂടാതെയോ അല്ലെങ്കിൽ അവർക്ക് ഉള്ള ഉൾക്കാഴ്ചയുടെ ബലത്തിലോ മനോബലത്തിലോ ഒക്കെ അവർ മുന്നോട്ട് വരും. പക്ഷേ അതിനപ്പുറത്തേക്ക് ചെന്ന് നിന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകളെ ഒന്ന് കൈപിടിച്ചു കൊടുക്കാൻ, അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ ഒന്ന് കൈപിടിച്ചു കൊടുക്കേണ്ട ഒരു കൈത്താങ്ങിന്റെ ആവശ്യം ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകണം. ഒരു സ്ത്രീക്ക് അവളുടെ സ്വന്തം ഇടങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ അവൾ എല്ലാ തരത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിതയാകണം. അതിൽ ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ് സാമ്പത്തികമായി അവൾ ഉന്നമനത്തിലേക്ക് വരിക എന്നുള്ളത്. അങ്ങനെ ഒരു സ്ത്രീയെ ശാക്തീകരിക്കുവാൻ സാമ്പത്തിക ഉന്നമനം മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ ഗുണഫലങ്ങൾ ഇന്ന് സ്റ്റാർട്ടപ്പുകൾ, നമ്മുടെ രാജ്യത്തുള്ള സ്റ്റാർട്ടപ്പുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ എത്രയോ ഇരട്ടി സ്ത്രീകൾ ഇന്ന് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ മാത്രമല്ല, പല സ്റ്റാർട്ടപ്പുകളുടെയും ഒക്കെ ഡയറക്ടർമാരായി, വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ മേധാവികളായിട്ടൊക്കെ സ്ത്രീകൾ വരുന്ന കാഴ്ച അത് നമ്മൾ കണ്ടതാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ മേഖലയിലും അദ്ദേഹം ശ്രദ്ധിക്കുമ്പോൾ
സ്ത്രീ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് പ്രത്യേക ഊന്നൽ കൊടുത്തുകൊണ്ട് ആ സ്ത്രീകളെ, മഹിളകളെ ശാക്തീകരിക്കണം. സ്ത്രീ എന്ന് പറയുമ്പോൾ അദ്ദേഹം സങ്കല്പിച്ചിരിക്കുന്നത് തന്നെ ആ അർത്ഥം, സ്ത്രീ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സ്ത്രൂ എന്ന ധാതുവിൽ നിന്നും ഒരു സംസ്കാരത്തെ തന്നെ വ്യാപിപ്പിക്കാൻ കഴിയുന്നവൾ എന്ന ആ അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി സ്ത്രീയെ സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഉന്നമനത്തിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് രാഷ്ട്രീയത്തിലേക്ക് സ്ത്രീകളുടെ ചുവടുവെപ്പിന് ഒരു പടി കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് 33% സംവരണം, നാരി ശക്തി വന്ദൻ അധിനിയം, ആ ബില്ല് സെപ്റ്റംബറിൽ പാസ്സാക്കിയത് നമ്മൾ കണ്ടു. സെപ്റ്റംബർ 19-ാം തീയതി അത് ലോക്സഭയിലെത്തുന്നു, 21-ാം തീയതി രാജ്യസഭയിലെത്തുന്നു, 28-ാം തീയതി 2023 സെപ്റ്റംബർ 28-ാം തീയതി അത് ഒപ്പിട്ട് ബില്ലായി മാറുന്നു. അത് ഒരുപക്ഷെ ഈ രാജ്യത്തെ എല്ലാ സ്ത്രീകളെയും ഒരേപോലെ സന്തോഷത്തിലാഴ്ത്തിയ, ഒരേപോലെ അഭിമാനിച്ച ഒരു മുഹൂർത്തമായിരുന്നു. അത് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നതാണ്. അതും യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. 2029 ആകുമ്പോഴേക്കും അതിന്റെ ഗുണഫലങ്ങൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇവിടുത്തെ ഭരണസിരാ കേന്ദ്രത്തിൽ സ്ത്രീകൾ എന്ത് ചിന്തിക്കുന്നു, സ്ത്രീകൾ എന്തിനു വേണ്ടി നിലപാടെടുക്കുന്നു, സ്ത്രീകൾ ഇവിടുത്തെ സമൂഹത്തോടൊപ്പം എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ കാണിക്കുവാനുള്ള മാതൃകകളായി ഒരുപാട് സ്ത്രീകൾ, വനിതാ രത്നങ്ങൾ 2029 നമ്മുടെ പാർലമെന്റിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ അദ്ദേഹം ആ ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. അപ്പൊ രാഷ്ട്രീയത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്നു, സാമ്പത്തിക മുന്നേറ്റത്തിന് ഒട്ടനവധി പദ്ധതികൾ കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ സാധാരണ സ്ത്രീകൾ, കാർഷിക മേഖലയിലാണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ ഒക്കെ പുനരുദ്ധരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കർഷകരെ ചേർത്ത് പിടിക്കുമ്പോൾ, ഓരോ വിഭാഗത്തിലും സ്ത്രീകളുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായിട്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ഓരോ വിഭാഗത്തിലും സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളെ ഒക്കെ ചേർത്ത് പിടിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ സ്ത്രീകൾക്കൊക്കെ ഒരു പടി മുന്നോട്ട് വരുവാനുള്ള ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശ്വാസ വാക്കുകൾ, അല്ലെങ്കിൽ അദ്ദേഹം നൽകുന്ന ചില ആശാകിരണങ്ങൾ, അതൊക്കെ സ്ത്രീകൾ ഏറ്റെടുക്കുകയാണ്. ഇന്ന് ഒരുപാട് സ്ത്രീകൾ അദ്ദേഹത്തിന്റെ വാക്കുകേട്ട്, പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേട്ട് ഈ രാജ്യത്ത് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇത് ഒരു കാലഘട്ടത്തിൽ ഇതുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ കൂടി കടന്നുപോയാൽ സ്ത്രീകൾ സ്വയം ഉത്ബുദ്ധരായി സ്വയം മുന്നോട്ട് വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ വേളയിലാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിന്റെ തീച്ചുളയിലേക്ക് സ്ത്രീകൾ എടുത്തു ചാടിയത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ്. അവർ മഹാത്മാഗാന്ധിയുടെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ഒക്കെ അതുപോലെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒക്കെ ആഹ്വാനം കേട്ട് ഒന്നും ചിന്തിക്കാതെ കുടുംബത്തിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന സ്ത്രീകൾ കയ്യും മെയ്യും മറന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. അതുപോലെ എല്ലാം മറന്ന് സ്ത്രീകൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിലേക്ക് എടുത്തു ചാടിയ ഒട്ടനവധി സ്ത്രീകൾ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. രാജ്യത്ത് അത് നമ്മൾ എടുത്തു പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ 1ാം ശിപ്പായി ലഹള എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും മാന്യമായ പരിവേഷം നൽകാതെ ഒരു സ്വാതന്ത്ര്യ സമരത്തെ അങ്ങനെ വിളിച്ച ഒരു ഭരണകൂടവും അതിൻ്റെ ആളുകളുമൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട്. അതിനെ ആദ്യമായിട്ട് 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കാനായിട്ട് തയ്യാറെടുത്തത് വീര സവർക്കറാണ്. ആ വീര സവർക്കറാണ് ശിപ്പായി ലഹള അല്ലാതെ 1ാം സ്വാതന്ത്ര്യ സമരമാണെന്ന് പറഞ്ഞത്. ആ 1ാം സ്വാതന്ത്ര്യ സമരത്തിലെ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള വനിത എന്ന് പറയുന്നത് ഝാൻസി റാണിയാണ്, റാണി ലക്ഷ്മിഭായിയാണ്. അത് ആ ചരിത്രം നമുക്കറിയാം. അവിടുന്ന് ഇങ്ങോട്ട് എത്രയോ വനിതകൾ, അരുണ ആസിഫ് ഖാൻ തുടങ്ങി എത്രയോ, നസ്രത്ത് ബീഗം, എത്രയോ വനിതകൾ, സരോജിനി നായിഡു, നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്ന ലക്കാമ്മ ചെറിയാൻ, ആനി ബസന്റ്, എത്രയോ മഹിളാ രത്നങ്ങൾ ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിലേക്ക് വന്നു. ഇപ്പോ സരോജിനി നായിഡു നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് വന്നത്. 1857 ഝാൻസി റാണി ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതി
അവർക്കെതിരെ പടപൊരുതി വീണു മരിച്ച, തൻ്റെ ശരീരം പോലും ഒരു ബ്രിട്ടീഷുകാരന് തൊടാൻ അനുവദിക്കരുത് എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് അത് ആ റാണിയുടെ ഒപ്പം ഉണ്ടായിരുന്നവർക്ക് അത് അത്രയും കൃത്യമായിട്ട് അറിയാമായിരുന്നു. അവരുടെ ദേശസ്നേഹം, അവരുടെ രാജ്യത്തോടുള്ള മമത, അതെല്ലാം അറിയാമായിരുന്നു. അവരുടെ ശരീരം ബ്രിട്ടീഷുകാരെ ഒന്ന് ഭൗതിക ശരീരം കാണിക്കാൻ പോലും തയ്യാറാകാതെ അത് അങ്ങേയറ്റം ആദരവ് നൽകിക്കൊണ്ട് അത് സംസ്കരിച്ച ഒരു ചരിത്രം നമുക്കുണ്ട്. അങ്ങനെ അത്ര പോലും ബ്രിട്ടീഷുകാരോട് എതിർത്ത് സ്വന്തം മണ്ണിൽ പിടഞ്ഞു വീണ റാണി ലക്ഷ്മി ഭായിൽ തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാം ബീഗം ഹസ്രത് മഹൽ 1857 അവരും സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായിട്ടുള്ള വനിതയായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ സരോജിനി നായിഡു അവർ ആ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ വനിതാ മേധാവിയായി നിന്നു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ അരുണ ആസിഫ് അലി അവർ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് ഏറ്റവും നെടുനായകത്വം വഹിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള വനിത. അതോടൊപ്പം തന്നെ ഹോം റൂൾ മൂവ്മെന്റ് ആനി ബസന്റ്, ഹോം റൂൾ മൂവ്മെന്റിന്റെ ഒരു ശാഖ നമുക്കറിയാം നമ്മുടെ മലബാറിലുണ്ടായിരുന്നു. എത്രയോ സ്ത്രീകളാണ് അതിലേക്ക് ആകർഷിക്കപ്പെട്ട് ആനി ബസന്റിന്റെ ഹോം റൂൾ പ്രസ്ഥാനത്തോടൊപ്പം ഈ കേരളത്തില് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടപൊരുതാൻ മുന്നോട്ട് വന്നത്. നമ്മുടെ കുട്ടിമാളു അമ്മ ഉൾപ്പെടെയുള്ള വനിതകൾ. അങ്ങനെ നൂറുകണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള വനിതകൾ നമ്മുടെ ചരിത്രത്തിന്റെ തങ്കലിപികളിൽ അവരുടെ പേരുകൾ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് മുന്നും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും നമ്മൾ അതിനെക്കുറിച്ച് പരിശോധിച്ചാൽ ആ ആർജവവും വീര്യവും ഒരു കോസിന് വേണ്ടി ഒത്തുനിൽക്കാനുള്ള മനസ്സുമൊക്കെ കുറച്ച് സ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്ത്രീകൾക്ക് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. ചില വിഭജന തിരികെ പിടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ മുന്നേറ്റം എന്ന് പറയേണ്ടി വരും. തീർച്ചയായും പോരാട്ട കഥയിലെ നിരവധി സ്ത്രീകളുണ്ട്. താങ്കൾ ഇപ്പോൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് ഝാൻസി റാണി മുതൽ ഉള്ളവരുടെ ഒരു കഥ. കാരണം നമ്മൾ പോരാടി നേടിയ സ്വാതന്ത്ര്യത്തിൽ നിരവധി സ്ത്രീകളുടെ ചരിത്ര കഥകൾ, വീരഗാഥകൾ നമുക്ക് പറയാനുണ്ട് എന്നത് അഭിമാനാർഹം തന്നെയാണ്. ശ്രീ ധന്യ, നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ, ഈ ചർച്ചയുടെ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി പൊതുവായി ഒന്ന് ചോദിക്കുകയാണ്, ആധുനിക ഭാരതത്തിലെ സ്ത്രീ എവിടെ എത്തി നിൽക്കുന്നു? കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ സ്ത്രീ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അധികാര ഇടങ്ങളില്, രാഷ്ട്രീയ ഇടങ്ങളില്, പിന്നെ സാമൂഹ്യ ഇടങ്ങളില്, വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ IT മേഖലയില്, വ്യവസായ മേഖലകളിലൊക്കെ തലപ്പത്ത് നമ്മൾ സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് ഒരു പ്രിവിലേജോട് കൂടി കുറച്ചും കൂടെ വന്നവർക്ക് പെട്ടെന്ന് ഉയർന്നു പോകാനായിട്ട് സാധിക്കും. കേരളം പോലെ ഒരു സ്റ്റേറ്റില് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 25 വർഷമായിട്ട് കുടുംബശ്രീ വഴിയൊക്കെയാണ് കൂടുതൽ സ്ത്രീ ശാക്തീകരണം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 50 ലക്ഷത്തോളം സ്ത്രീകള് വീട്ടിനകത്ത് ഇരുന്നവരാണ്. അവര് പുറത്തിറങ്ങി അവർക്ക് വേണ്ട സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിലെല്ലാം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും എല്ലാ മതങ്ങളിലെയും എല്ലാ വിഭാഗത്തിലെയും സ്ത്രീകള് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. അത് പിന്നെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. പക്ഷെ ദേശീയ തലത്തിൽ എടുക്കുമ്പോൾ സർക്കാരുകൾ, സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റും ഒരുപാട് പദ്ധതികൾ സ്ത്രീകളെ മുൻപോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രമാത്രം അത് പ്രാവർത്തികമായിട്ടുണ്ട്, അത് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ മാത്രമേ അതിലൂടെ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളൂ. എല്ലാ സ്പേസിൽ നിന്നും എല്ലാ തരത്തിലുള്ള സ്ത്രീകൾക്ക് മുൻപോട്ടേക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും എല്ലാ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും എടുത്തു പറയത്തക്ക സ്കീംസിൽ ഒന്നാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ. സ്റ്റാർട്ടപ്പ് പദ്ധതികളിലൂടെ ഒരുപാട് പിന്നെ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നിന്ന് അവർക്ക് സ്വന്തമായിട്ട് സോഷ്യലി ആയാലും ഫിനാൻഷ്യലി ആയാലും അവർക്ക് ഇൻഡിപെൻഡന്റ് ആവാനും സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാനും പിന്നെ കുടുംബത്തെ കെട്ടുറപ്പോടെ മുമ്പോട്ട് കൊണ്ടുപോകാനും ഒരുപാട് സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് സ്റ്റാർട്ടപ്പ് സ്കീംസിന്റെ ഒരു പ്രത്യേകത. അതാണ്. പിന്നെ ഞങ്ങളൊക്കെ, എന്നെ സംബന്ധിച്ച് ഞാൻ കരിയറിൽ നമ്മൾക്കൊന്നും പ്രത്യേകിച്ച് പ്രിവിലേജ് ഇല്ലാത്ത ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഭൂമിയില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയണ്ട, വലിയ സമ്പത്തില്ലാത്തൊരു വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് ഞാനൊക്കെ. അപ്പോ എന്നെ സംബന്ധിച്ച് എന്റെ അമ്മ എന്നെ 17 വർഷം കൺസ്ട്രക്ഷൻ സൈറ്റിൽ സിമെന്റ് ചാക്ക് ചുമന്ന് വളർത്തിയ ഒരാളാണ്. 50 കിലോ സിമെന്റ് ചാക്ക് ചുമന്ന് വളർത്തിയ ഒരാള്. ഞാൻ ഇന്ന് കോൺട്രാക്ടറാണ്, ഞാനിന്ന് ഗവൺമെന്റ് കോൺട്രാക്ടറാണ്. അപ്പൊ അത്രയും ആയതിന്റെ പുറകിൽ എന്റെ കഴിവുണ്ട്, എന്റെ ധൈര്യമുണ്ട്, എന്റെ നിശ്ചയദാർഢ്യമുണ്ട്. ഇത്തരത്തിലുള്ള ഞങ്ങൾക്ക് പിന്നെ പൈസ ഇല്ലാത്ത ആളുകൾക്ക് ഒരു ചെറിയ എമൗണ്ട് എങ്കിലും 10 ലക്ഷമോ 15 ലക്ഷമോ എങ്കിലും നമ്മൾക്കൊന്നും ഈടില്ലാതെ ബാങ്കിൽ പോയി എടുക്കാനുള്ള ഒരു സൗകര്യം സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും ആ സ്കീമിൽ നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട്. സ്ത്രീ മുന്നേറ്റത്തിന്
എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ, ബൊട്ടീക്ക് തുടങ്ങിയ ആൾക്കാരുണ്ട്. ഞാൻ കൺസ്ട്രക്ഷൻ രംഗത്തേക്ക് വന്ന് അത് 12 വർഷം മുന്നേ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് ഞാൻ ആ മേഖലയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ പോലെ ഒരുപാട് ആൾക്കാർ മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സ്പേസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുക. എല്ലാ വിഭാഗത്തിലെ സ്ത്രീകൾക്കും, എല്ലാ സ്റ്റേറ്റിലെ സ്ത്രീകൾക്കും ഇത് കിട്ടിയിട്ടുണ്ടോ? പിന്നെ അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങള്, സ്ത്രീധനം, അതുപോലെ തന്നെ എന്താ പറയണ്ടേ, വിദ്യാഭ്യാസം, അതൊക്കെ നമുക്ക് കൂടുതൽ എന്താ പറയണ്ടേ, ബോധവൽക്കരണം കൊടുക്കാനും അതിനെ പെട്ടെന്ന് പ്രതികരിച്ച് മുന്നോട്ട് വരാനുമായിട്ട് ഇന്നും കുറച്ച് വിഭാഗങ്ങളും വിമുഖത കാണിക്കുന്നുണ്ട്. ഇതിനെല്ലാം ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഒരു രാജ്യം ഡോക്ടർ BR അംബേദ്കർ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു സമൂഹത്തിന്റെ പുരോഗതി എങ്ങനെയാണ് അളക്കുന്നത്? ഒരു സമൂഹത്തിലെ സ്ത്രീയുടെ സാമൂഹ്യ പുരോഗതി വെച്ചിട്ടാണ് ആ സമൂഹത്തെ നമ്മൾ അളക്കുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ സ്റ്റേറ്റിലും അത് പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ അത് രാജ്യത്തിന്റെ പുരോഗതിയായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് 50 ലക്ഷത്തോളം വീടിനകത്തിരുന്ന സ്ത്രീകൾ കുടുംബശ്രീ വഴി പുറത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ ഏത് മേഖലയിൽ നോക്കിയാലും നമുക്ക് സ്ത്രീകളെ കാണാൻ പറ്റും. പക്ഷെ ഈ സോഷ്യലി നമുക്ക് ഇഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങൾ, അതായത് ഡൗറി, ഈ ഇത്തരത്തിലുള്ള ഡൗറി ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആക്ച്വൽ കണക്ക് ഞാനിപ്പോ എടുത്തിട്ടില്ല, നമ്മൾ RTI വെച്ചിട്ടുണ്ട്. അപ്പൊ ജീവിത നിലവാരം ഉയരുന്നതിനോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് പിന്നെ സുരക്ഷയുടെ കാര്യത്തിലും, തൊഴിൽ സുരക്ഷ, അതുപോലെ നമ്മൾ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ ഡൗറിന്റെ പ്രശ്നം നിമിത്തം ആത്മഹത്യ ചെയ്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇതിലൊന്നും നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സുരക്ഷ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എല്ലാ തരത്തിലും സ്ത്രീകൾ മുൻപോട്ടേക്ക് വരണം, അപ്പോഴേ അത് രാജ്യത്തിന്റെ പുരോഗതി ആവുള്ളൂ. അത് ഒരു സ്റ്റേറ്റിൽ മാത്രം, കേരളത്തിൽ മാത്രം, നമ്മുടെ എല്ലാ സ്റ്റേറ്റിലും അത് പ്രാബല്യത്തിൽ വരുമ്പോൾ മാത്രമേ അത് ദേശീയ പുരോഗതി, രാജ്യത്തിന്റെ പുരോഗതി, സ്റ്റേറ്റിന്റെ പുരോഗതിയും നല്ലൊരു തലമുറയെ വാർത്തെടുക്കലും കൂടി ആകുന്നുള്ളൂ. തീർച്ചയായും അടുത്ത അതിഥിയും കൂടി നമ്മളോടൊപ്പം ചേരും. എന്തായാലും അതിഥികളിലേക്ക് മടങ്ങിയെത്താം. ക്ഷമിക്കുക, ഒരു ചെറിയ ഇടവേള അനിവാര്യം. വേഗത്തിൽ മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. കോൺഗ്രസ് നേതാവ് ഡോക്ടർ സോയ ജോസഫ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ സോയ ജോസഫ്, ഇപ്പോൾ ഈ ചർച്ചയിൽ പറയുന്നതൊക്കെ, ഇതുവരെ പറഞ്ഞതെല്ലാം പൊതുവായ കാര്യങ്ങളാണ്. തീർച്ചയായും നമ്മൾ ചരിത്രം ഒന്ന് തലോടി, അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ഭാരതത്തിലെ സ്ത്രീകൾ മുന്നേറ്റം നടത്തിയത് എന്നതിനും നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യത്തിനുപരി മറ്റൊന്നാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. ഈ സമീപകാലത്ത് ഏറ്റവും അധികം ഒരു വിപ്ലവം ഒരുപക്ഷെ വനിതകൾക്കിടയിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരു പദ്ധതിയോ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ഏതാകും? തീർച്ചയായും ഞാൻ തുടർച്ചയായി ഈ കഴിഞ്ഞ 20 മിനിറ്റിലെ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരവുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. തീർച്ചയായും അത്തരം സ്ത്രീകളെയൊക്കെ നമ്മൾ ഓർക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ധന്യരാമൻ പറഞ്ഞ കാര്യങ്ങളും വളരെ കൃത്യമായി തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം എല്ലായിടങ്ങളിലും, അത് സർക്കാരുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികളുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടല്ല, അത് ഈ കാലഘട്ടം പുരോഗമിക്കുമ്പോൾ അതിന്റെ കൂടെ സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ, ഒരു ജെൻഡർ ഇക്വാളിറ്റി എന്നുള്ള നിലയിലൊക്കെ എല്ലായിടങ്ങളിലും വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിലുള്ള സ്ത്രീകളുടെ ആഭിമുഖ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഞാൻ കൃത്യമായും മനസ്സിലാക്കിയ ഒരു ചരിത്രം വെച്ച് എനിക്കിപ്പോൾ ഈ നിമിഷത്തിൽ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത്, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സ്ത്രീകളിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളിലേക്ക് പണം എത്തിച്ചു കൊടുത്ത മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തന്നെയാണ് അത്തരത്തിലൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഏറ്റവും അടിസ്ഥാനപരമായ ജനതയെ മുന്നേറ്റത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് എല്ലാ ഗവൺമെന്റുകളുടെയും ഉദ്ദേശം ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ ഈ രാജ്യത്തുള്ള ഏറ്റവും വലിയ പണക്കാരന്റെ കീശയിലേക്ക് വീണ്ടും ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല സർക്കാരിന്റെ ഉദ്ദേശം. ഗാന്ധി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഏറ്റവും അവസാനത്തെ മനുഷ്യന്റെ കണ്ണുനീരും ഒപ്പാൻ കഴിയുമ്പോഴാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാകുക എന്ന് ഗാന്ധി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും അടിസ്ഥാനപരമായ മനുഷ്യരിലേക്ക്, പ്രത്യേകിച്ച് കോവിഡ് ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ, കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, നിത്യ ചെലവിന് പണമില്ലാതിരിക്കുന്നു,
പ്രത്യേകിച്ച് ഈ രാജ്യത്തിന്റെ ഇക്കോണമി തന്നെ വലിയ രീതിയിലുള്ള ഒരു തരത്തിൽ മൂവിംഗ് അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ മനുഷ്യരുടെ കൈകളിലേക്ക് പണം എത്തിക്കുകയും ആ പണം കൊണ്ട് പർച്ചേസിംഗ് നടക്കുകയും എക്കോണമി കുറെ കൂടെ ഡൈനാമിക് ആവുകയും ആക്റ്റീവ് ആവുകയും ലിക്വിഡ് ആയിട്ടുള്ള പണം എക്കോണമിയെ കുറെ കൂടെ അതിന്റെ വേഗതയെ ത്വരിതപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള എല്ലായിടങ്ങളിലും ഞാൻ അതിന്റെ സാമൂഹ്യമായിട്ടുള്ള വശങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള വശങ്ങളുണ്ട്. അതൊരു ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് കുറച്ചുകൂടെ ഒരു പ്രായമായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് കൊടുക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റിയെ ഇല്ലാതാക്കാൻ വലിയ രീതിയിൽ ശ്രമിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ആദ്യഘട്ടത്തിൽ സംസാരിച്ച BJP-യുടെ പ്രതിനിധി പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിക്കേണ്ട ഒരു സാഹചര്യം തീർച്ചയായിട്ടുമുണ്ട്. കാരണം കഴിഞ്ഞ രണ്ട് സർക്കാരുകൾ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഒന്നാം സർക്കാരും രണ്ടാം സർക്കാരിന്റെയും കാലത്തുണ്ടായതുപോലെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സ്ത്രീകൾ ഇത്രത്തോളം അപമാനിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി നാം പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് ഇൻസിഡന്റുകൾ വളരെ കൃത്യമായി നമ്പറിട്ട് പറയാൻ കഴിയുന്ന ഉന്നാവ പോലെയുള്ള കത്വ പോലെയുള്ള ചെറിയ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൂര ബലാത്സംഗത്തിന് ഇരയാവുകയും അതിലെ ആളുകളെ സംരക്ഷിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളടക്കം അവരെ ജയിലിൽ പോയി സന്ദർശിക്കുകയും അവരെ സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അവരെ പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും പിടിച്ചു കഴിഞ്ഞാൽ അവർ പരോളിൽ ഇറങ്ങുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത് ഈ രാജ്യത്താണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഇത് വെറുതെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ ഒരു കൃത്യമായിട്ടുള്ള കണക്ക് അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തിക സ്രോതസ്സിൽ സ്ത്രീകളുടെ പങ്ക് എന്നുള്ള 3 ക്രൈറ്റീരിയ വെച്ച് നോക്കുന്ന ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 140-ാം സ്ഥാനമാണ്. ആകെ 156 മറ്റു രാജ്യങ്ങളുടെ കണക്കിലാണ് 140-ാം സ്ഥാനത്ത് ഇന്ത്യ നിൽക്കുന്നത്. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. വനിതാ ബില്ലിനെ പറ്റി വളരെ ഘോരം സംസാരിച്ചു. എന്താണ് അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടായത്? വനിതാ ബില്ല് കൊണ്ട് ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്? രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായത്? അത്തരം ബില്ല് എന്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്, എന്ത് മാറ്റമാണ്, അത് നടപ്പിലായോ ഇല്ലയോ എന്നുള്ള കാര്യം അവരൊരു വാക്ക് BJP-യുടെ പ്രതിനിധി ഒരു വാക്ക് പറഞ്ഞു, ഇത് സ്ത്രീകളുടെ സ്വപ്നമായിരുന്നു, അത് സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണ്, അത് യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സാക്ഷി മാലിക്കിനെ പോലെയുള്ള ഒരു പെൺകുട്ടി ബൂട്ടഴിച്ചു വെച്ച് ഈ രാജ്യത്തിന്റെ ഒരു പ്രസ് കോൺഫറൻസ് വെച്ച് ബൂട്ടഴിച്ചു വെച്ച് ആ പെൺകുട്ടി രാജ്യത്തിന്റെ കായിക ക്ഷമിക്കണം, ഞാൻ ഇടപെടുന്നതിൽ ഇതിൽ വിവിധ വിഷയങ്ങൾ താങ്കൾ പരാമർശിച്ചു. തീർച്ചയായും അതിലൊരു ഇടപെടൽ ആവശ്യമാണ്, അതിലൊരു മറുപടി അഡ്വക്കേറ്റ് സിന്ധുമോളുടെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. അഡ്വക്കേറ്റ്, നിരവധി വിഷയങ്ങൾ ഡോക്ടർ സോയ ജോസഫ് ഇപ്പോൾ ഉന്നയിക്കേണ്ടായി. അതിൽ ഏറ്റവും ആദ്യം ഉന്നയിച്ചൊരു വിഷയത്തിൽ തന്നെ തുടങ്ങാൻ തോന്നുന്നു. കാരണം സ്ത്രീ സുരക്ഷയെ കുറിച്ചാണ് പറഞ്ഞത്. ക്ഷമിക്കുക, പറഞ്ഞ് പൂർത്തീകരിക്കാനുള്ള സമയം തരണം. തീർച്ചയായും അതിലേക്ക് എത്താം. അതിനു മുമ്പ് ഈ ഒരു കാര്യത്തിൽ, കാരണം വിവിധ വിഷയങ്ങൾ അക്കമിട്ട് നിരത്തി മറുപടി വേണ്ടല്ലോ എന്ന് വിചാരിച്ചു കൂടിയാണ് ഈ സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറഞ്ഞു. അതിൽ ഉന്നാവോ ഹത്വ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. ഈ നിർഭയയിൽ നമ്മൾ തുടങ്ങേണ്ടി വരും. എന്തായാലും അഡ്വക്കേറ്റ് സിന്ധുമോൾ ഇതിൻ്റെ ഒരു മറുപടി. ഞാൻ ഇന്നത്തെ ദിവസം സ്ത്രീകൾക്കായിട്ടുള്ള ഒരു ചർച്ചയിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒന്നിച്ചു നിന്ന് സംസാരിക്കാമെന്നുള്ള ഒരു ധാരണയിലാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ അധികം രാഷ്ട്രീയത്തിലേക്ക് പോകാതെ, കാരണം ഇന്ന് ഓഗസ്റ്റ് 15-ന് സന്ദേശം നൽകിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഈ ഇന്ത്യ രാജ്യത്തെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് അദ്ദേഹം സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിച്ചത്. ആ നരേന്ദ്രമോദിയെ BJP-കാരനായിട്ടല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. പക്ഷേ ഇതിന് മറുപടി പറയണം എന്നുള്ളത് കൊണ്ട് ഈ നാരീശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന ബില്ല് എന്തുകൊണ്ടാണ് കേവല ഭൂരിപക്ഷത്തിലും അധികം മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പാസ്സാക്കാൻ പറ്റാതെ പോയത്? അപ്പോൾ അവിടെ നിങ്ങൾ കുറ്റം പറഞ്ഞത് ലാലുത്രയങ്ങളെയൊക്കെ കുറ്റം പറഞ്ഞു വന്നു. ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ അവതരിപ്പിക്കാനും എന്ത് അട്ടിമറി വന്നാലും, രാഷ്ട്രീയ അട്ടിമറി വന്നാലും അതിനെ ചെറുത്തു നിന്ന് ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണെന്നുള്ള ധാരണയിൽ ഉറച്ചു നിന്നത് നേടിയെടുക്കാനും സാധിക്കാതെ പോയതിന്റെ ആ ഒരു കുറവും പ്രശ്നങ്ങളും ഒക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് വക്താവ് സംസാരിക്കുന്നത്. അത് സാധിച്ചു എന്നുള്ളത് അതാണ് ഞാൻ പറയട്ടെ. ആ ബില്ല്
ഞാൻ പറയട്ടെ, നിങ്ങൾക്കെല്ലാം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അത് വേണമെന്ന് നിങ്ങൾ ശഠിച്ചു. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഒരൊറ്റ കോൺഗ്രസ് പ്രതിനിധിയോ ഉണ്ടായല്ലോ മത്സരിക്കാൻ? ഈ ബില്ല് വന്ന സാഹചര്യത്തിൽ ബില്ല് വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സ്ത്രീകൾ ആഗ്രഹിക്കുന്നു, പറഞ്ഞുകൊണ്ട് അല്ല കോൺഗ്രസിന് ഞാൻ പറയട്ടെ, ബില്ലിന്റെ ഒരാവശ്യവുമില്ല. നിങ്ങൾ ഞങ്ങളുടെ ആർജവം ഞങ്ങൾ കാണിച്ചു. ഞങ്ങളുടെ 5 വനിതകൾ കേരളത്തിൽ മത്സരിച്ചു. ജയിച്ചോ തോറ്റോ എന്നുള്ളതല്ല, ഞങ്ങളുടെ 5 വനിതകൾ കേരളത്തിൽ മത്സരിച്ചു. നിങ്ങളുടെ ഒരു സിറ്റിംഗ് MP ആയ രമ്യ CPM 3 സ്ത്രീകളെ മത്സരിപ്പിച്ചു. അല്ല, ആ ഇച്ഛാശക്തിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വന്തം കണ്ണിലെ തടിയെടുത്തിട്ട് മറ്റുള്ളവരുടെ കണ്ണിലേക്ക് ഉചിതമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇച്ഛാശക്തി കാണിക്കേണ്ടത് ഒരു ബില്ലിന്റെ പുറത്തൊന്നുമല്ല. കൃത്യമായിട്ടും ആര് പറഞ്ഞു നടപ്പിലാവില്ല എന്ന്? ഈ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരാണെങ്കിൽ അത് പറഞ്ഞ കാലഘട്ടത്തിൽ അത് നടപ്പിലാക്കും. കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഇവിടെ സെൻസസ് നടന്നിട്ടില്ല, ഡീലിമിറ്റേഷൻ, ഈ 2 പ്രക്രിയകൾ നടക്കാതെ നിങ്ങൾ നിയമവിദഗ്ധരെ ഈ ബില്ല് പാസ്സാക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമല്ലോ, സെൻസസ് കോവിഡിന്റെ പാരമ്യത്തിൽ നിന്ന സമയത്ത് സെൻസസ് നടത്താൻ സാധിക്കുമായിരുന്നില്ല. അതിനുശേഷം മാത്രമേ ഡീലിമിറ്റേഷൻ സാധ്യമാകുകയുള്ളൂ. ഇതൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിട്ടും അതൊന്നും തലയിൽ കയറാത്ത നിങ്ങളുടെ പ്രശ്നം എന്താണെന്നോ? കോൺഗ്രസ് സ്ഥാപിച്ചത് തന്നെ ഒരു വിദേശിയാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം വന്നതും ഒരു വിദേശിയിൽ നിന്നാണ്. അപ്പോൾ സ്വദേശമായ ഒന്നിനെയും, രാജ്യത്തിന് ഹിതമായി നിൽക്കുന്ന ഒന്നിനെയും നിങ്ങൾ സ്വീകരിക്കില്ല എന്ന് ഇന്നും നിങ്ങളുടെ നേതാവ് ഉൾപ്പെടെ സോറാസിന്റെ ഒക്കെ വക്താക്കളായിട്ട് ഈ രാജ്യത്തിനെതിരെ നടക്കുന്ന എന്ത് കാര്യങ്ങളെയും, ഇപ്പൊ ഹിൻഡൻബർഗ് വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, കാനഡയിൽ നിന്ന് ചില കാര്യങ്ങൾ വരുന്നു, ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെ പോലെയുള്ളവർക്കും സാധാരണക്കാർക്കും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതിന്റെ കുഴപ്പം എന്താണെന്നോ? അതിന്റെ കുഴപ്പം ഈ കോൺഗ്രസിന്റെ ഉത്ഭവം തന്നെ ഒരു വിദേശിയിൽ നിന്നായതുകൊണ്ട് നിങ്ങൾക്ക് ഈ രാജ്യത്തോട് മമതയില്ല. നിങ്ങൾക്ക് വൈദേശികമായി അവിടെ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ചില അന്താരാഷ്ട്ര ഗൂഢാലോചനകൾ നടക്കുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരല്ലേ നിങ്ങൾ? ഇവിടെ ചർച്ച വഴിമാറി പോകുന്നതുകൊണ്ട് ഇടപെടേണ്ടി വരികയാണ്. രണ്ടുപേരും ക്ഷമിക്കുക. 3 പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് ഈ വനിതാ സംവരണ ബില്ലിന്. നേരത്തെ അഡ്വക്കേറ്റ് സിന്ധുപോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ഒരു വശത്ത് തകൃതിയിൽ നടക്കുകയാണ്. നമ്മൾ കൂട്ടായി നിന്ന് വനിതകൾ എവിടെ എത്തി, അല്ലെങ്കിൽ ഇനിയും എങ്ങനെ മുന്നേറാം എന്നൊരു ചർച്ചയാണ് ഉദ്ദേശിച്ചത്. വനിതാ സംവരണ ബില്ലിന് തീർച്ചയായും ഈ 3 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്, അല്ലെങ്കിൽ ചരിത്രമുണ്ട്. ഈ ഒരു പതിറ്റാണ്ട് മാറ്റി നിർത്തിയ ബാക്കി 2 പതിറ്റാണ്ട് ആര് ഭരിച്ചു, അല്ലെങ്കിൽ ആരായിരുന്നു കേന്ദ്രത്തിൽ എന്നത് കൂടി പരിശോധിക്കേണ്ടി വരും ചരിത്രത്തിലേക്ക് പോയാൽ. പക്ഷെ നമുക്ക് വനിതാ സംവരണ ബില്ലിൽ മാത്രം ഈ ചർച്ച ഒതുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ഇടപെടുകയാണ്. നിങ്ങൾ രണ്ടുപേരിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ധന്യരാമൻ, താങ്കൾ ആദ്യം ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ സ്വയം സഹായ സംഘങ്ങൾ, അവിടെ ഉണ്ടായ സ്ത്രീകളുടെ ഒരു വിപ്ലവമായ ഒരു മുന്നേറ്റം, അത് എടുത്തു പറയേണ്ടി വരും ഒരുപക്ഷെ ഇന്നത്തെ ചർച്ചയുടെ ഒരു പ്രസക്തിയിൽ. കാരണം നിരവധി സഹായങ്ങൾ അവർക്ക് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, നിരവധി സ്ത്രീകൾ ഇപ്പോൾ മുന്നിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇത് ഒരു വിഭാഗത്തിന് മാത്രമല്ല, എല്ലാ വിഭാഗത്തിൻ്റെയും മുന്നേറ്റത്തിന് വലിയ രീതിയിൽ വഴിവെക്കുന്നു എന്നതും വാസ്തവം. ഇല്ല, ഈ ഞാൻ പറഞ്ഞ മറ്റു സംസ്ഥാനങ്ങളെ എടുത്തു നോക്കുമ്പം ഇപ്പം ദളിത്, ആദിവാസി അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിലുള്ള സ്ത്രീകള് അല്ലെങ്കിൽ അങ്ങനെയൊന്നും കുറെ മുന്നേറ്റം മറ്റു സ്റ്റേറ്റിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ പുരോഗതി എന്ന് പറയുമ്പോൾ എല്ലാ സംസ്ഥാനത്തു നിന്നും സ്ത്രീകളുടെ പുരോഗതി ഉണ്ടാവണം. ഇപ്പം ഡോക്ടർ സോയ ജോസഫ് പറഞ്ഞ പോലെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് പ്രാബല്യത്തിൽ വരണം. ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്കെങ്കിലും തൊഴിൽ കിട്ടണം, ഒരു വീട്ടിലും ദാരിദ്ര്യം ഉണ്ടായിരിക്കരുത്. അതൊരു പദ്ധതിയാണ്, അത് എല്ലാ മനുഷ്യരും ഉപകാരപ്പെടും. അതുപോലെ തന്നെ എല്ലാ നിയമങ്ങളും, ഇപ്പൊ രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും എല്ലാ നിയമങ്ങളും പ്രാബല്യത്തിൽ വരുമ്പോൾ അത് സ്ത്രീകൾക്ക് ഒറ്റക്കെട്ടായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ അത് പ്രാബല്യത്തിൽ വരണം. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ രാഷ്ട്രീയം പറയുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇന്നും കൃത്യമായിട്ട് സ്ത്രീകൾക്ക് ഭരണരംഗത്തേക്ക് വരാൻ പറ്റുന്നില്ല. ഈ ഭരണരംഗത്തായാലും പ്രൊഫഷണൽ രംഗത്തായാലും എല്ലാ രംഗത്തും സ്ത്രീകൾക്ക് വരാൻ പറ്റുന്നുണ്ട്. അപ്പം
രാഷ്ട്രീയ രംഗത്ത് കൂടി സ്ത്രീകൾക്ക് കൂടുതൽ മുന്നോട്ടേക്ക് ശോഭിക്കാനായിട്ട് സാധിക്കണം. അത് ഈ രാജ്യത്ത് 60% പോപ്പുലേഷൻ കൂടുതൽ സ്ത്രീകളാണ് കുടുംബങ്ങളെ നയിക്കുന്ന, കൂടുതൽ അധ്വാനിച്ച് കുടുംബങ്ങളെ നയിക്കുന്ന സ്ത്രീകളാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ ത്രിതല പഞ്ചായത്തിലായാലും പാർലമെന്റിലായാലും നിയമസഭയിലായാലും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം തന്നെ വരണം. അവർക്ക് വേണ്ടി സംസാരിക്കാനും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി പിടിക്കാനും അതുപോലെ തന്നെ ചർച്ചകളിലും ഒക്കെ സംസാരിക്കാനായിട്ട് ഒരുപാട് സ്ത്രീകൾ വരും. പക്ഷെ ഇതൊക്കെ ഒരു തട്ടെത്തുമ്പോഴത്തേക്കും അതങ്ങ് സ്റ്റോപ്പ് ആയി പോവാണ്. ഒരു അധികാര രംഗത്തേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ സ്ത്രീകളെ നമുക്ക് കാണാനില്ല എന്നുള്ളത് സത്യമാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സംവരണം വരുന്നിടത്തേക്ക് അവർക്ക് സ്ത്രീകളെ കൊണ്ടുവരാതിരിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇന്നും ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികൾ അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീയുടെ പുരോഗതി സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം, അവരുടെ തൊഴിലിടം, അവർ ജീവിക്കുന്ന ഇടം, ഇവിടെ എല്ലാം തന്നെ മാറ്റം വരണം. ഇതൊരു ചെറിയ പോയിന്റ്. നമ്മൾ നിരന്തരം പണ്ട് തൊട്ടേ വീടിനകത്ത് പോലും നിശബ്ദ സമരങ്ങൾ ചെയ്താണ് ഓരോ സ്ത്രീകളും ഈ സോഷ്യലി ഒരുപാട് മാറ്റങ്ങൾ ഉള്ളത്. പണ്ട് ആദ്യകാലത്ത് സർക്കാർ ജോലിക്ക് പോകാൻ സ്ത്രീകൾക്ക് സാധിക്കില്ലായിരുന്നു. ഒരു സ്ത്രീ സർക്കാർ ജോലിക്ക് പോകുമ്പോൾ കൂടെ കൂട്ടിന് ആള് പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കാവലിരിക്കുന്ന ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു. എല്ലാ സമുദായങ്ങളിലെയും സ്ത്രീകൾക്ക് തൊഴിലെടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അവിടുന്നൊക്കെ പുരോഗമനം ഉണ്ടായിട്ടുള്ള സ്ത്രീകളുടെ നിശബ്ദ സമരങ്ങളിലൂടെയും വിപ്ലവങ്ങളിലൂടെയും നല്ലൊരു ഫൈറ്റാണ്. ആ ഒരു ഫൈറ്റിലൂടെ തന്നെയാണ് ഈ സ്ത്രീ ഇന്ന് ഇങ്ങനെ ഇവിടെ എത്തി നിൽക്കുന്നത്. പക്ഷെ ഇന്നും ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ സ്പോർട്സ് രംഗത്ത് അല്ലെങ്കിൽ വംശീയമായിട്ട് അധിക്ഷേപങ്ങൾ കിട്ടുന്നത്, റേപ്പ് ചെയ്യപ്പെടുന്നത്, അട്രോസിറ്റി കേസുകൾ ദേശീയ തലത്തിൽ ഒരു വർഷം 70,000-ഓളം നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കുറയണം. പോക്സോ കേസുകൾ, കുട്ടികൾക്കെതിരായിട്ടുള്ള കേസുകൾ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള കേസുകൾ, റേപ്പ് ചെയ്യപ്പെടുന്ന കേസുകൾ, ഉപദ്രവിക്കുന്നത്, അങ്ങനെ അത്തരം കേസുകൾക്കും കൂടി നിയന്ത്രണം വരണം. നിയന്ത്രണം മീൻസ് അങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സ്റ്റേറ്റിനായാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും സാധിക്കണം. ആ രീതിയിലുള്ള സുരക്ഷ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമേ, ഇപ്പൊ ഒരു നാട്ടിൽ, ഒരു സ്റ്റേറ്റിൽ ഒരു കുറ്റകൃത്യം നടന്നു, അപ്പൊ ഉന്നാവ പോലെയുള്ള സംഭവങ്ങളിൽ എടുക്കാം. അപ്പൊ ഒരു നാട്ടിൽ ഒരു കുഞ്ഞിനെ റേപ്പ് ചെയ്യുമ്പോൾ ആ നാട്ടിലെ ലോക്കൽ രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് ആ പ്രതികൾക്ക് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള റേപ്പ് ചെയ്യപ്പെട്ട ശേഷം നാക്ക് മുറിക്കുന്നത്, കൈ മുറിക്കുന്നത്, കാല് മുറിക്കുന്നത്, ദളിതരെ കുതിരപ്പുറത്ത് കയറ്റുന്നത്, അല്ലെങ്കിൽ ദേഹത്ത് മൂത്രം ഒഴിക്കുന്നത്, ഇതെല്ലാം തന്നെ ആ നാട്ടിലെ ലോക്കൽ രാഷ്ട്രീയ ഗുണ്ടകളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം മാറ്റിവെച്ച് നല്ലൊരു രാജ്യം പടുത്തുയർത്തണമെങ്കിൽ ഇനി ഒരുപാട് മുൻപോട്ടേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ ഈ സ്ത്രീകളുടെ ഫൈറ്റ് തന്നെയാണ് ഇന്ന് കാണുന്ന ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മുമ്പോട്ടേക്ക് പോകണമെങ്കിൽ ദേശീയ പുരോഗതി എന്ന് പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും സ്ത്രീകളുടെ പുരോഗതി തന്നെയാണ്. അതിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. അത് എത്തണമെങ്കിൽ നമ്മൾ ഇനിയും കടമകൾ കടക്കേണ്ടതുണ്ട്. ഡോക്ടർ സോയോ ജോസഫ്, നമുക്കറിയാം 2047 വികസിത ഭാരതമാക്കും എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണ്. അതിലേക്ക് കുതിക്കുകയാണ് നമ്മൾ എന്ന് ഒരു സാമ്പത്തിക ഉണർവിലൂടെ അല്ലെങ്കിൽ സാമ്പത്തിക മുന്നേറ്റത്തിലൂടെ ഭാരതം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയത്തിന് അതീതമായി. ഈ ഒരു വികസിത ഭാരതത്തിലേക്ക് എത്തുമ്പോൾ ശ്രീ ധന്യ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഏതൊരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആദ്യം വേണ്ടത് സ്ത്രീകളുടെ സാമൂഹ്യ ഉന്നമനം തന്നെയാണ്, പുരോഗതി തന്നെയാണ്. ഇതെങ്ങനെ കൂട്ടായി ഒരുമിച്ച് മുന്നേറാമെന്നത്? ഞാൻ ഈ നേരത്തെ പറയുന്നത് പോലെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അതേപടി വിഴുങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാനുള്ള എന്റെ ബോധ്യങ്ങളും എന്റെ രാഷ്ട്രീയ ബോധ്യവും വെച്ച് എനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് തീർച്ചയായും നിങ്ങളോടുള്ള വിയോജിപ്പ് ഞാൻ നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടും ഈ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ രാജ്യം വികസിത ഭാരതമാകട്ടെ, അക്കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. ഞാൻ ഉൾപ്പെടെയുള്ള, നിങ്ങൾ ഉൾപ്പെടെയുള്ള, ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരും കുറെ കൂടെ മികച്ച ജീവിതത്തിന്റെ രീതികളിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഈ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം വസ്തുതകൾ ഉണ്ട് എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ഇതിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലാക്കും. പക്ഷെ അത് അംഗീകരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിലെ വസ്തുതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തീർച്ചയായും പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ സാമ്പത്തികമായ പുരോഗതി ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ആർക്കാണ് പുരോഗതി എന്ന് നമ്മൾ ചിന്തിച്ചു വെക്കണം. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ നിരക്ക് പരിശോധിക്കണം. ഈ രാജ്യത്തെ സ്ത്രീകളുടെ തൊഴിലില്ലായ്മയുടെ നിരക്ക് നമ്മൾ പരിശോധിക്കണം. ഈ രാജ്യത്തെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള സ്ത്രീകളുടെ ഇടയിലെ തൊഴിലില്ലായ്മയുടെ നിരക്ക് നമ്മൾ പരിശോധിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, പട്ടിണിയുടെ ഇൻഡെക്സ് നമ്മൾ പരിശോധിക്കണം. ഇതിലൊക്കെ എത്രത്തോളം നമ്മൾ എങ്ങോട്ടാണ്, മുന്നോട്ടാണോ താഴോട്ടാണോ പോകുന്നത് എന്നുള്ള കണക്കുകൾ നിങ്ങൾ വരുന്നു. നേരത്തെ ബിജെപിയുടെ പ്രതിനിധി വിദേശത്ത് നിന്ന് വരുന്നതിനെയൊക്കെ പേടിക്കുകയാണ്. അതിന്റെ കാരണം കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. കാരണം
BJP തദ്ദേശീയമായിട്ടുള്ള കുറെ അന്വേഷണ ഏജൻസികളെ ഉണ്ടാക്കുകയും അന്വേഷണ സ്ഥാപനങ്ങളെ ഉണ്ടാക്കുകയും അവര് മുന്നോട്ട് വെക്കുന്ന കണക്കുകളും കാര്യങ്ങളും മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു രീതിയാണിത്. ആഗോള ഏജൻസികൾ UN തൊഴിൽ നിരക്ക് അല്ലെങ്കിൽ തൊഴിലില്ലായ്മയുടെ നിരക്ക് വന്നപ്പോ ഞങ്ങളത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച, ഈ ലോകത്തെ ഏറ്റവും മികച്ച ഏജൻസികൾ ഈ രാജ്യത്തെ പറ്റിയിട്ടുള്ള കണക്കുകൾ പുറത്തുവിടുമ്പോ അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇങ്ങനെ വിദേശീയമായിട്ടുള്ളവരൊന്ന് മുഴുവൻ കാര്യങ്ങളെയും പേടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുക? ഈ രാജ്യത്തെ പറ്റി ആളുകൾ പഠിക്കട്ടെ, ഈ രാജ്യത്തെ പറ്റിയിട്ടുള്ള സത്യാവസ്ഥ ആളുകൾ സംസാരിക്കട്ടെ, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. അതുപോലെ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ കോൺഗ്രസുകാർക്ക് രാജ്യസ്നേഹമില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെച്ചു. അതിനെപ്പറ്റി പരാമർശിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന സവർക്കർ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു വാക്കുണ്ട്, പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ യൗവനം പാഴാക്കുന്നത് എന്ന് പറഞ്ഞു വെച്ച അതേ വീര സവർക്കറിനെ ആരാധിക്കുന്ന ആളുകൾ ക്ഷമിക്കുക, ഈ രാഷ്ട്രീയത്തിലേക്ക് അധികം കടക്കണ്ട എന്നുള്ളതുകൊണ്ടാണ്. കാരണം നമ്മുടെ ചർച്ചകളിൽ നിന്ന് വീണ്ടും വഴിമാറി പോകുന്നു. കോൺഗ്രസുകാർക്ക് രാജ്യസ്നേഹത്തെ അപമാനിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞ് എനിക്ക് അതിന് താങ്കൾ മറുപടി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് വീണ്ടും ഈ ഒരു വിഷയത്തിലേക്ക് മടങ്ങിയെത്താം. കാരണം നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് വനിതകളുടെ മുന്നേറ്റമാണ്. ആധുനിക ഭാരതം അതിന്റെ കുതിപ്പിലേക്ക് എത്തുമ്പോൾ, അത് രാഷ്ട്രീയത്തിന് അതീതമായി ഭാരതം കുതിപ്പിലേക്ക് മുന്നേറുമ്പോൾ നമ്മുടെ വനിതകളുടെ മുന്നേറ്റം എങ്ങനെ സാധ്യമാകും, ഇനിയും എങ്ങനെ സാധ്യമാകും എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. അതിൽ മറ്റ് രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇപ്പോൾ ഇടമില്ല എന്നതുകൂടി ഞാനൊന്ന് അറിയിച്ചുകൊള്ളട്ടെ. ഈ പറയുന്ന ഏറ്റവും പാവപ്പെട്ട, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ ഉൾക്കൊള്ളാനുള്ള കുറെ കൂടെ ബൃഹത്തായ പദ്ധതികൾ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് ശേഷം ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരിലേക്ക് എത്തുന്ന ഒരു ബൃഹത്തായ പദ്ധതി ഈ രാജ്യത്തിന്റെ മണ്ണിൽ ഉണ്ടായിട്ടില്ല. സ്വച്ഛ് ഭാരത് മിഷൻ ഉണ്ട്. ഈ നമ്മൾ സംസാരിക്കുന്ന ഒരുപക്ഷെ കേരളത്തിൽ ഇരുന്നായിരിക്കും. നമുക്ക് ഒരുപക്ഷെ ഈ ശൗചാലയങ്ങൾ നിരവധി ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു ആവശ്യകത പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് ഏറെ സമൂഹ മാധ്യമങ്ങളിൽ കളിയാക്കപ്പെട്ടത്. വലിയ പോസിറ്റീവായ അത്തരം മാറ്റങ്ങളെ കാണേണ്ടത് തന്നെയാണ്. അത്തരം അതെ, അതുമുതൽ എത്രയധികം. കാരണം ഇപ്പോൾ ഏറ്റവും അവസാനമായി സേവിങ്സ്, നിക്ഷേപങ്ങൾ, സാമൂഹ്യമായിട്ടുള്ള പദ്ധതികളാണ് ഞാൻ പറയുന്നത്. കുറെ കൂടെ സ്ത്രീകളെ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റത്തെ എങ്ങനെയാണ് സ്ത്രീകളെ ഇൻക്ലൂസീവായി അതിലേക്ക് എടുക്കുക എന്നുള്ളതാണല്ലോ എന്നോട് ചോദിച്ചത്. അപ്പൊ കുറെ കൂടെ സ്ത്രീകൾക്ക് സാമ്പത്തികമായി അവരെ കുറെ കൂടെ സ്വയം പര്യാപ്തരാക്കുന്ന തരത്തിലേക്കുള്ള, അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ നേരത്തെ ശ്രീമതി ധന്യരാമൻ സംസാരിച്ചതുപോലെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു സ്വയം തൊഴിൽ എന്ന് പറയുന്ന കുറെ കൂടെ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു രംഗത്ത് നിന്നുകൊണ്ട് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ഒരു സ്ത്രീക്ക് ചിലപ്പോൾ ഒരു പക്ഷെ സംസാരിക്കാൻ പറ്റി എന്ന് സാധിക്കുകയില്ല. അപ്പോ ഈ പറയുന്ന ഏറ്റവും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത്തരം ഒരുപക്ഷെ സ്ത്രീകൾക്കിടയിൽ തന്നെ ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ട പ്രതിനിധികൾ ഉണ്ടാവും, അല്ലെങ്കിൽ അത്തരം സമൂഹങ്ങൾ ഉണ്ടാവും. അത്തരം മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരാൻ കുറെ കൂടെ അവരെ ഫിനാൻഷ്യലി ഇൻക്ലൂസീവ് ആക്കി മാറ്റാനുള്ള എന്തെല്ലാം പദ്ധതികളാണ് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയായും ഒരുപാട് രീതിയിൽ അത് മുന്നേറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്രീ ധന്യരാമൻ, ഈ 2 ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അട്ടപ്പാടിയിലെ ഒരു കൂട്ടം വനിതകളെ പരാമർശിച്ചിരുന്നു. കൂടെ ഉണ്ടാക്കുന്ന സ്വയം തൊഴിൽ നടത്തുന്ന ഒരു കൂട്ടം വനവാസി വനിതകൾ. അവിടെ നിന്ന് തുടങ്ങാൻ പറ്റും. പക്ഷെ അതൊരു ഉദാഹരണം മാത്രമാണ്. ഈ മുദ്ര ലോൺ പോലുള്ള അല്ലെങ്കിൽ ഈ സ്വയം സഹായ പദ്ധതികൾ അത് എത്രത്തോളം വനിതകൾക്ക് സഹായമാകുന്നു എന്ന് നമുക്ക് മുമ്പിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹത്തില് എന്താ പറയണ്ടേ, സാമൂഹ്യമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും വ്യാവസായികമായിട്ടും എല്ലാ ഇടങ്ങളിലേക്കും സ്ത്രീകൾക്ക് തുല്യത ലഭിക്കുമ്പോൾ മാത്രമേ അതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് നമുക്ക് പുരോഗതിയുടെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പം സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ഞാൻ ഒരു ഉദാഹരണം പറയാം, ഒരുപാട് സ്കീമുകൾ കൊണ്ടുവരും. പക്ഷെ അത് ആ സ്കീംസ് ഒരുപക്ഷെ എല്ലാരെയും നല്ലതാക്കാനാണ് സാമ്പത്തിക ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം രാജ്യത്ത് പെട്രോൾ പമ്പുകൾ കൊടുക്കുന്നുണ്ട്. ദളിത് ആദിവാസി മേഖലയ്ക്കും പെട്രോൾ പമ്പ് കൊടുത്തിട്ടുണ്ട്. ആദിവാസി മേഖലയ്ക്ക് ഈ സെൻട്രൽ ഗവൺമെന്റ് കോൺഗ്രസും BJPയും ഉള്ള ഈ കണ്ട കാലത്തിനിടയിൽ കേരളത്തിൽ മാത്രം ഒരു 500 പെട്രോൾ പമ്പെങ്കിലും ആദിവാസികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ഗവൺമെന്റ് അതിന് കൊടുക്കുന്നത് 2-2.5 കോടി രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് പിന്നീട് ഞങ്ങളുടെയും തിരിച്ചു പിടിക്കുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ
ഒരൊറ്റ ആദിവാസിക്ക് സ്വന്തമായിട്ട് കേരളത്തിൽ പെട്രോൾ പമ്പ് ഉണ്ടോ? ഈ 500 പമ്പുകൾ കൊണ്ടുപോയത് ആരാണ്? ഇതൊക്കെ അതാണ് പറഞ്ഞ പ്രിവിലേജ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സ്കീംസ് ഒരുപാട് താഴെത്തട്ടിലുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ തുല്യത കൊണ്ടുവരാനായിട്ടോ നമ്മൾ പദ്ധതികൾ കൊണ്ടുവരും. സാമ്പത്തിക തുല്യതയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അത് നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് സെൻട്രൽ ഗവൺമെന്റിനും സാധിക്കുന്നില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിനും സാധിക്കുന്നില്ല. ബൃഹത്തായിട്ടുള്ള പദ്ധതികൾ വേണ്ട പൗരന്റെ കയ്യിലേക്ക് എത്തിച്ച് അവർക്ക് വലിയൊരു പുരോഗതി ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇന്നും പുറകിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് 500 രേഖകളിൽ 500ഓളം പെട്രോൾ പമ്പുകൾ ആദിവാസികൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ട് ഇത്രയും ഞാൻ തന്നെ ഒരു 10 വർഷത്തിനിടയിൽ 7000 കോളനികൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മാത്രം. അതിൽ ഒരു മനുഷ്യർ, ഒരു ആദിവാസി പോലും ഒരു പെട്രോൾ പമ്പിന് ഉടമയല്ല. ഒരു 300ഓളം പെട്രോൾ പമ്പ് ഗ്യാസ് ഏജൻസികൾ ആദിവാസി വിഭാഗത്തിന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരാളുടെ പേരിൽ പോലും ഒരു ഗ്യാസ് ഏജൻസി ഇല്ല, ഒരാൾ പോലും നടത്തുന്നില്ല. അപ്പൊ ഇത്രയും കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വന്നിട്ടും ഇതൊക്കെ ഒരു തലമുറയെ ഉയർത്തിക്കൊണ്ട് സാമ്പത്തികമായിട്ട് സമ്പത്ത് വലിയൊരു വിഷയം തന്നെയാണ്. സമ്പത്തില്ലാതെ ഒരു മനുഷ്യന് മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം പ്രളയം ഉണ്ടായപ്പം ഒരു വിഭാഗത്ത് മാത്രം പ്രളയത്തിന്റെ എല്ലാം വീട് കെട്ടിക്കൊടുക്കാം, അത് നടക്കുന്നുണ്ട്. പക്ഷെ 5 വർഷം മുമ്പേ ഉള്ള ചാലിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആദിവാസികൾ ഇന്നും ഷെഡിൽ തന്നെയാണ് കഴിയുന്നത്. അപ്പൊ അതൊക്കെ തന്നെയാണ് സ്വന്തമായിട്ട് സമ്പത്തുള്ളവരെ ഉയർന്നു പോകുന്നുള്ളൂ. ഞങ്ങൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം, പിന്നെ സമ്പത്ത്, സാമൂഹ്യമായിട്ടുള്ള മാറ്റം, തുല്യത, ഇത് തന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞത്. ഈ തുല്യതയിലേക്ക് എത്തണമെങ്കിൽ ഇനിയും ഗവൺമെന്റുകൾ ഏറെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ എത്രയും ഏജൻസികൾ, ഇപ്പോൾ ഒരു കുറ്റകൃത്യം നടന്നാൽ അത് കണ്ടെത്താനുള്ള ഏജൻസികൾ നമുക്കുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പൈസ എവിടെ പോയി? ഇത് യഥാർത്ഥ ആളുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ആരാണ് നടത്തുന്നത്? അങ്ങനത്തെ ഒന്നും ഒരു എൻക്വയറി അതൊന്നും നമുക്ക് ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടില്ല. ഇന്ന് വരെ അതൊന്നും നടപ്പിലായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പൊ എങ്ങനെയാണ് യഥാർത്ഥ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി ഉണ്ടാവുന്നത്? നമ്മൾ ഇപ്പൊ ജാതി സെൻസസ് എടുക്കണം എന്ന് പറഞ്ഞു, അത് ഇതുവരെ നടന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ആകപ്പാട് സംസാരിച്ചത് രാഹുൽ ഗാന്ധി മാത്രമാണ്. ജാതി സെൻസസിന്റെ കാര്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഉറപ്പായിട്ടും ജാതി സെൻസസ് എടുക്കും എന്ന് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞു. പക്ഷെ അതിലേക്ക് ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെന്റ് എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈ പ്രിവിലേജിന്റെ കാര്യത്തിലും സമ്പത്തും സാമൂഹികമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കുന്ന കാര്യത്തിലും ഈ സെൻസസ് ഒക്കെ വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നടപ്പിലാക്കി വരുമ്പോൾ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ പുരോഗതിയെ നമുക്ക് മെഷർ ചെയ്യാൻ തന്നെ സാധിക്കത്തുള്ളൂ. അഡ്വക്കേറ്റ് സിന്ധു പോൾ, സാമൂഹ്യ സാമ്പത്തിക ഉന്നമനത്തെ കുറിച്ചുള്ള ഒരു ബ്രീഫാണ് ശ്രീ ധന്യ ഇവിടെ നടത്തിയതിനു മുമ്പ് ഡോക്ടർ സോയം അതിനെ പരാമർശിച്ചിരുന്നു. ഇടയ്ക്ക് സാങ്കേതിക കാരണങ്ങളാൽ താങ്കളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല, അത് ഡിസ്കണക്റ്റ് ആയിരുന്നു. തിരികെ എത്തുമ്പോൾ നമുക്ക് ശ്രീ ധന്യ ചൂണ്ടിക്കാട്ടിയത് വനവാസി വിഭാഗത്തിൻ്റെ മൊത്തത്തിലുള്ള ഉന്നമനമാണ്. നമ്മുടെ സ്വന്തം രാഷ്ട്രപതി തന്നെ ഒരു ഉദാഹരണമായി ഇപ്പോൾ എടുത്ത് കാണിക്കാം, ചൂണ്ടിക്കാണിക്കാം. ഘട്ടങ്ങളായി നമ്മൾ എല്ലാ വിഭാഗക്കാരെയും ഉയർത്തിക്കൊണ്ട് വരികയാണ്. അത് രാഷ്ട്രീയത്തിന് അതീതമായി അല്ലെങ്കിൽ ഒരുമിച്ച് ഉയർത്തിക്കൊണ്ട് വരികയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് സിന്ധു പോൾ, ഈ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ദുരിതമുണ്ടാകുമ്പോൾ ഈ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സഹായ ഡിസ്ട്രിബ്യൂഷൻ അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുന്നു എന്നതാണ് ആരോപണം, അല്ലെങ്കിൽ ഒരു ആശങ്ക. അല്ല, പദ്ധതികളാണെങ്കിൽ സഹായ ധനം നൽകുന്നത് മാറ്റി നിർത്തിയിട്ട് ഞാൻ പദ്ധതികളുടെ കാര്യം ആദ്യം പറയാം. ഇപ്പോൾ ഇവിടെ ധന്യ പറഞ്ഞത് ഞാൻ കേട്ടു. പദ്ധതികളിൽ ഗവൺമെൻറ് ഉൾപ്പെടുത്തുന്നത് സാധാരണഗതിയിൽ എങ്ങനെയാണ്? സെൻട്രൽ ഗവൺമെൻറ് അലോക്കേഷൻ വരും. ഓരോ പ്രോഗ്രാമിനും ബജറ്റ് അലോക്കേഷൻ ഉണ്ടാവും. അത് ഓരോ സ്റ്റേറ്റിനും ആ സ്റ്റേറ്റിന് എത്രയാണോ കൊടുക്കേണ്ടത് അത് നിശ്ചയിച്ചതിന് ശേഷം അത് കൃത്യമായിട്ട് ആ സ്റ്റേറ്റിലേക്ക് ആ ബജറ്റ് അലോക്കേഷൻ എത്രയാണോ അതെത്തുന്നുണ്ട്. അതിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ആരാണ്? ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ആദിവാസി മേഖലയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ഇന്നും സംസാരിക്കുന്ന ഒരു വലിയ വിഷയമാണ് അട്ടപ്പാടിയിലേക്കൊക്കെ എത്തിയിരിക്കുന്ന പല പ്രോജക്റ്റുകളും പല വികസന പദ്ധതികളും ഇന്നും അവിടെ എത്തിയിട്ടില്ല. അത് നരേന്ദ്രമോദിയുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കുഴപ്പമല്ല. അവർ കൃത്യമായിട്ട് അത് അന്വേഷിക്കുന്നുണ്ട്. അത് ആ ബജറ്റ് അലോക്കേറ്റ് ചെയ്ത് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ത്രൂ അത് ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് അവിടെ വരേണ്ടത്. ഇത് ഈ കേരളത്തിൽ മാത്രമല്ല, രാജ്യത്ത് എല്ലായിടത്തും ഇപ്പൊ BJP ഭരിക്കുന്ന സ്റ്റേറ്റിലായാലും എന്തുകൊണ്ടാണ് BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്നതും വളരെ നല്ല റിപ്പോർട്ടുകൾ വരുന്നതും?
അത് ഈ പറയുന്ന പോലെ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരായിട്ട് നിന്ന് എന്താണോ സെൻട്രൽ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അത് അതുപോലെ ചെയ്യുന്നു. ആ ലൊക്കേഷൻ അതുപോലെ വരുന്നത് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു. അത് ഓരോ സ്റ്റേറ്റ് വൈസ് നമ്മൾ പഠിക്കണം. എവിടെയാണ് ഇത് തടസ്സപ്പെടുന്നത്? ഞാൻ പറയുന്നത് ഇതിൽ രാഷ്ട്രീയം കാണരുത്. ഇത് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഇതുപോലെയുള്ള ഉന്നമനത്തിലേക്ക് വരുവാൻ വേണ്ടി നമ്മളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് തരുന്നത്. അത് സത്യത്തിൽ ഔദാര്യമല്ല, നമ്മൾ ഓരോരുത്തർക്കുമുള്ള അവകാശമാണ് ഗവൺമെന്റ് നൽകുന്നത്. ആ നൽകുന്ന അവകാശം അതാത് സംസ്ഥാനങ്ങളിൽ എത്തുമ്പോൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളിടത്താണ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെ വരുമ്പോഴാണ് പ്രശ്നം എത്ര സങ്കീർണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ PM സ്വനിധി ഒരു 10,000 രൂപയുടെ പാക്കേജ്, ചെറിയ തുകയാണ്, സത്യത്തിൽ ചെറിയൊരു തുകയാണ്. പക്ഷെ ഒന്നുമില്ലാത്ത എന്തെങ്കിലും ഒരു ചെറുകിട കച്ചവടം, ഒരു തട്ടുകട ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു സോഡ നാരങ്ങ വെള്ളം, ഒരു സർബത്ത് കൊടുക്കുന്ന ഒരു ചെറിയ തട്ടിടാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ ഒരു ലോട്ടറി കച്ചവടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് PM സ്വനിധി വഴി 10,000 രൂപ എത്തുകയും അതിൽ 2,000 രൂപ 8,000 രൂപ അടച്ചാൽ മതി. തിരിച്ചടവുണ്ട്. അടച്ചതിന് ശേഷം വീണ്ടും അത് 25,000 രൂപയായിട്ട് തിരിച്ചു കിട്ടുന്നു. ഒരു സഹായധനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പദ്ധതികൾ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ പോകുന്നത്? ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. അത് വാങ്ങിയിട്ട് ഇതുപോലെ ലോട്ടറി കച്ചവടം തുടങ്ങിയവരുണ്ട്, തട്ടുകടയിട്ടവരുണ്ട്, എനിക്കറിയാം അങ്ങനെയുള്ള സ്ത്രീകളെ. സോറി. അപ്പോൾ ഇത്തരത്തില് പല പാക്കേജുകളായിട്ട് സാമ്പത്തിക മേഖലയിലേക്കുള്ള ഉന്നമനം സ്ത്രീകളുടെ ഉൾപ്പെടെ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒത്തിരി പാക്കേജുകൾ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. അത് കൂടാതെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പദ്ധതികളിലും സ്ത്രീകൾക്ക് അവകാശമുണ്ട്. ജെൻഡർ ഈക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ ഈ വരുന്ന ഉൾപ്പെടുത്തലുകളെല്ലാം സ്ത്രീകൾ കൂടി ഉള്ളതാണ്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ചിലതുണ്ട്. സ്ത്രീകളെ എല്ലാ മേഖലകളിലും ഉൾപ്പെടുത്തുന്ന ജെൻഡർ ഈക്വാളിറ്റിയുടെ സ്പേസിൽ വരുമ്പോൾ എല്ലായിടത്തും ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള പദ്ധതികളുണ്ട്. അപ്പൊ അവിടേക്കൊക്കെ ഇന്ന് സ്ത്രീകൾ ഒരുപാട് കടന്നു ചെല്ലുന്നു. നമ്മളിപ്പോൾ കേരളത്തിലെ സാഹചര്യം തന്നെ പരിശോധിച്ചാൽ പല പ്രോജക്റ്റുകളും ഇന്ന് സ്ത്രീകൾ തുടങ്ങിയിരിക്കുന്ന പല പദ്ധതികളും തുടങ്ങിയിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് സ്കീമിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഇവിടെ കുടുംബശ്രീയെ നോഡൽ ഏജൻസി ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. എന്തിന്റെ? DDU-GKY എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ നോഡൽ ഏജൻസി ആയിട്ട് കുടുംബശ്രീയാണ് വെച്ചിരിക്കുന്നത്. കുടുംബശ്രീ കേരളത്തിൽ വളരെ നന്നായി ഫംഗ്ഷൻ ചെയ്തു പോകുന്ന ഒരു സംഭവമാണ്. അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പല ശ്രമങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ മറികടന്നുകൊണ്ട് സ്ത്രീകൾ വളരെ സംഘടിതമായി മുന്നോട്ട് പോകുന്നു. തൊഴിലുറപ്പിനെ കുറിച്ച് പറഞ്ഞു. തൊഴിലുറപ്പ് വരുമാനം വർദ്ധിപ്പിച്ചില്ലേ ഈ സർക്കാർ? സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു സംഖ്യ പറയാവുന്ന, അത് മതിയോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പോരാ, അതിലും കൂടുതൽ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെയും ആഗ്രഹം. അത് സാധിക്കുമെന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. പക്ഷേ എങ്കിലും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു തുക ഇന്ന് സ്ത്രീകളുടെ കൈകളിലേക്ക് എത്തുന്നില്ല. അവരുടെ മുഖത്തൊരു പുഞ്ചിരി ഇപ്പോൾ ഉണ്ടാവുന്നില്ലേ? അത് പറയുമ്പോൾ അതിന്റെ അവകാശം കോൺഗ്രസ്, അത് ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. കോൺഗ്രസ് കൊണ്ടുവന്നതാണ് തൊഴിലുറപ്പ് പദ്ധതി, ഞങ്ങളത് തള്ളിക്കളയുന്നൊന്നുമില്ല. പക്ഷെ അതിനെ എത്ര ഭംഗിയായി ഏറ്റെടുത്തുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ പറഞ്ഞ DDU-GKY പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ വരുന്നത് കുടുംബശ്രീയെ അതിന്റെ നോഡൽ ഏജൻസി ആയിട്ട് വെച്ചിരിക്കുന്നു. ഏതാണ്ട് 90% ഫണ്ടും ഈ സ്കിൽ ഡെവലപ്മെന്റിൽ പഠിച്ചിറങ്ങുവാനായിട്ട് 90% സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള 10% സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോജക്റ്റുകൾ വരുന്നു. ഇപ്പൊ ഇവിടെയൊക്കെ ഗുണഭോക്താക്കൾ ഒരുപാടുണ്ട്. സ്ത്രീകളായിട്ടുള്ളവർ, പെൺകുട്ടികളായിട്ടുള്ളവർ, അമ്മമാർ എല്ലാവരും ഉണ്ട്. ഇവിടെ കാർത്തുമ്പി കുടയെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞില്ലേ, നമ്മൾക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു വയനാട്ടിൽ ഇതുപോലെ ഒരു സംരംഭം ആദിവാസി മേഖലയിലെ സ്ത്രീകൾ ചെയ്യുന്നുണ്ട് എന്ന്? ആ മൻ കി ബാത്തിൽ കൂടി പ്രധാനമന്ത്രി ഈ രാജ്യത്തോട് മൊത്തം പറയുകയാണ്, നോക്കൂ അവിടെ ട്രൈബൽ സെക്ടറിൽപ്പെട്ട ആദിവാസി മേഖലയിൽപ്പെട്ട സ്ത്രീകൾ അവരുടെ ഒരു സ്വയം തൊഴിൽ സംരംഭം, അവർ കുടകൾ ഉണ്ടാക്കുന്നു, കാർത്തുമ്പിക്കുട. അത് ഈ ലോകത്തോട് അദ്ദേഹം വിളിച്ചു പറയുകയായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ മൻ കി ബാത്തിൽ ആസാമിൽ സ്ത്രീകൾ ചെയ്യുന്ന ചില വർക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂരിലുള്ള IT സെക്ടറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തെ പരസ്പരം ഈ രാജ്യത്തെ പരസ്പരം ലിങ്ക് ചെയ്യാണ് അദ്ദേഹം. ഓരോ സംസ്ഥാനങ്ങളിലും എന്താണ് ചെയ്യേണ്ടത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ ഒരു നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി കാണുവാനുള്ള ഒരു സമീപനമല്ലേ പ്രത്യേകിച്ചും സ്ത്രീകളായിട്ടുള്ള നമ്മൾ അങ്ങനെയല്ലേ നോക്കി കാണേണ്ടത്? അത് മാത്രമാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ പിന്നെ
ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനല്ല, സത്യത്തിൽ സാമൂഹ്യ ഉന്നമനം, സാമ്പത്തിക ഉന്നമനം ഒക്കെ ഉണ്ടാകുമ്പോഴും സ്ത്രീകൾക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ അവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായാൽ മാത്രമേ ഇത് സാധ്യമാകൂ. സാമ്പത്തിക ഉന്നമനം മാത്രം പോരാ, ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോഴും ചിലടത്ത് കാണുന്നുണ്ട്, സ്ത്രീകൾക്കുള്ള സ്ഥലങ്ങൾ എങ്ങനെയാണ് ഗൃഹ ഇടം എന്ന് പറഞ്ഞ് തിരിച്ചു. പുരുഷന് പൊതു ഇടവും സ്ത്രീകൾക്ക് ഗൃഹ ഇടവും. പൊതുവായ കാര്യങ്ങളെല്ലാം, പൊതുസ്ഥലങ്ങളിലെ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ സമൂഹത്തിലെ ഇടപെടലുകളെല്ലാം പുരുഷൻ നടത്താം, സ്ത്രീകൾ ഗൃഹ ഇടങ്ങളിൽ ഒതുങ്ങുക എന്നുള്ള ഒരു സങ്കല്പം എങ്ങനെയൊക്കെയോ ഉണ്ടായി വന്നു നമ്മുടെ മുന്നില്. അതിനെ മറികടക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ കേരളത്തിലും രാജ്യത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ഒരു കൂട്ടായ പരിശ്രമത്തിൽ കൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ ഇടപെടുകയാണ്, ക്ഷമിക്കുക. ഡോക്ടർ സോയ ജോസഫ്, ശ്രീ ധന്യ ഉന്നയിച്ച ഒരു കൺസേൺ, അത് കണ്ടില്ലെന്ന് അടിക്കാനോ ആവില്ല. കാരണം ചാലിയാർ പുഴയുടെ തീരത്ത് ഇപ്പോഴും പുനരധിവാസം സാധ്യമാകാതെ ഷെഡിൽ കഴിയുന്ന വനവാസി വിഭാഗത്തെക്കുറിച്ച് സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷം കൂടിയാണ് താങ്കൾ പ്രവർത്തിക്കുന്ന പാർട്ടി. അപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും അവരുടെ പുനരധിവാസത്തിന്? ഇതുവരെ എന്തുകൊണ്ട് സംസ്ഥാനം ഇവർക്ക് നേരെ കണ്ണടച്ചു? അത് തീർച്ചയായിട്ടും ഇതൊരു സംസ്ഥാനത്തെ അതൊരു ഒരൊറ്റ വിഷയമാക്കി, അല്ലെങ്കിൽ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കേസ് അവർ പറഞ്ഞതാണ്. ഇത് എല്ലാ ഇടങ്ങളിലുള്ള പ്രശ്നമാണ്. അത് അവര് പറഞ്ഞ ആ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ്. ഇനി നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ്. കാരണം ചർച്ച കൊണ്ട് നമുക്ക് ഒരു പ്രയോജനമെങ്കിലും ഉണ്ടാവണം. കാരണം ഈ റിസർവേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം തുടങ്ങുമ്പോൾ അംബേദ്കർ എന്ന് പറഞ്ഞു വെച്ചത് 10 കൊല്ലം കഴിയുമ്പോഴേക്കും ഈ പറയുന്ന റിസർവേഷൻ എടുത്തു കളയുകയും ഈ മനുഷ്യരൊക്കെ തുല്യതാബോധത്തോടുകൂടെ ഈ രാജ്യത്ത് ജീവിക്കുകയും തുല്യത കൃത്യമായി അവർക്കിടയിൽ നടപ്പിലാവുകയും ചെയ്യുമെന്ന് ആഗ്രഹിച്ച, അത് നടപ്പിലാകുമെന്ന് വിശ്വസിച്ച ഒരാളാണ് അംബേദ്കർ. പിന്നീട് എത്രയോ വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നു. ഇപ്പോഴും എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നുള്ളത് തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ലിംഗപരമായിട്ടുള്ള വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ രാജ്യത്തെ മനുഷ്യർക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ അരികുവൽക്കരിക്കപ്പെടുന്ന മനുഷ്യർക്ക് എന്ത് കിട്ടി എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നിരന്തരം സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നു. അതൊക്കെ ചെയ്യുമ്പോഴും പ്രായോഗികമായി അവർക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അതിനിപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഇതില് സാമ്പത്തികമായി അവർക്ക് നീക്കിയിരിപ്പില്ലാഞ്ഞിട്ടാണോ? അല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പെട്രോൾ പമ്പുകളുടെ കേസുകൾ അടക്കം പറഞ്ഞു. സാമ്പത്തികമായി അവർക്ക് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അവർക്ക് വക മാറ്റി വെക്കുന്നുണ്ട്. ഇതെല്ലാം അത്തരത്തിലുള്ള പദ്ധതികളായി കടലാസിലും അത്തരത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും എന്തുകൊണ്ട് അത്തരത്തിൽ ശാക്തീകരണം ഈ സമൂഹത്തിനിടയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് നമ്മുടെ അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടികളെ, നമ്മളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഗവൺമെന്റുകളെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മളൊക്കെ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളുടെ ഒക്കെ ഉത്തരവാദിത്തമാണ്. അത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് നമ്മൾ വീണ്ടും ഇത് ചർച്ച ചെയ്തതുകൊണ്ട് കാര്യമില്ല. അതിന് പ്രായോഗികമായി എന്ത് ചെയ്യാൻ കഴിയും? അപ്പൊ അത്തരത്തിലുള്ള സ്കീമുകളല്ല വേണ്ടത്. ഇപ്പം പ്രത്യേകിച്ച് സ്കൂളുകളുടെ കാര്യം, റെസിഡൻഷ്യൽ സ്കൂളുകൾ കൊടുക്കുന്നു. നിങ്ങൾ ആദിവാസി കുട്ടികൾക്ക് റെസിഡൻഷ്യൽ സ്കൂൾ കൊടുക്കുന്നു. എവിടെയാണ് കൊടുക്കുന്നത്? ആദിവാസി അല്ലെങ്കിൽ അവരുടെ ഇടങ്ങൾക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു റെസിഡൻഷ്യൽ സ്കൂൾ കൊടുക്കുകയാണ്. പലപ്പോഴും ആ കുട്ടികൾ എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ ആ കുട്ടികൾ വീടുകളിലേക്ക് തിരികെ പോകാനുള്ള ടെൻഡൻസി ഒക്കെ വലിയ രീതിയിൽ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് അത്തരം ഇടങ്ങളിൽ പോയി, ഞാനൊരു ഉദാഹരണം പറയാണ്, അത്തരം ഇടങ്ങളിൽ പോയി അവരുടെ ആവാസ വ്യവസ്ഥയോട് ചേർന്ന് അവരുടെ രീതികളോട് ചേർന്ന് നമുക്ക് എന്തുകൊണ്ട് അവർക്കൊരു സ്കൂളിംഗ് കൊടുക്കാൻ സാധിക്കുന്നില്ല? അപ്പൊ നമ്മുടെ സൗകര്യങ്ങൾ നോക്കുകയാണ്, മാറ്റി പറഞ്ഞു. തീർച്ചയായും സമയം അതിക്രമിച്ചത് കൊണ്ട് മാത്രം ഇടപെടുകയാണ്. ക്ഷമിക്കുക ഡോക്ടർ സോയ ജോസഫ്. നമുക്ക് ഈ വികസനത്തിലെ സ്ത്രീ പങ്കാളിത്തം എന്നതൊരു വലിയ വിഷയമാണ്. തീർച്ചയായും ഒരു കൂട്ടായ പരിശ്രമം അതിന് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തി ഇനിയും മുന്നോട്ട് തന്നെ പോകണം. എന്തായാലും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ സ്ത്രീകളുടെ മുന്നേറ്റം അത് സ്വയം സഹായ സംഘങ്ങൾ മുതൽ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ സംവരണ ബില്ലിലൂടെ വിവിധ മേഖലകളിൽ സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും അതിലൂടെ മുന്നേറുകയും അതിലൂടെ രാജ്യത്തിൻ്റെ വികസനം സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരു പുതിയ ഭാരതം, നവഭാരതത്തിലേക്കുള്ള യാത്ര, നവഭാരതം ആയിക്കഴിഞ്ഞുവെങ്കിലും ഇനിയും വികസിത ഭാരതത്തിലേക്കുള്ള യാത്ര, അതിൽ ഇനിയും സ്ത്രീകൾ ഉയർന്നു വരട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കുന്നു. പ്രത്യേക ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. അഡ്വക്കേറ്റ് സിന്ധുമോൾ, ഡോക്ടർ സോയ ജോസഫ്, ശ്രീ ധന്യരാമൻ എന്നിവർക്ക് നന്ദി. പ്രേക്ഷകർക്കും നന്ദി. നമസ്തേ.